വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പം നമ്മുടെ കിക്കിമോൻ കൂട്ടിനകത്ത് അവിടെ സമാധാനത്തോടെ ശാന്തനായി നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ കാണുന്നത് ഫ്ലൈയിങ് ഡക്ക് 2 അരയന്നങ്ങളെ പോലെ അവിടെ ഇരിക്കുവാണ്. എന്നെ കണ്ടപ്പോഴത്തേക്ക് ബഹുമാനാണെന്ന് തോന്നുന്നു. രണ്ടും എഴുന്നേറ്റ് അത് തീറ്റ തിന്നാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടമാണ് കേട്ടോ, അല്ലാതെ ബഹുമാനിച്ച് എഴുന്നേറ്റൊന്നും അല്ല. അപ്പോൾ ഇത് കിക്കിമോനാണ്. കിക്കിമോൻ എന്താണ് എനിക്കൊന്നും തരാത്തതെന്നുള്ള നോട്ടാണ് അവനങ്ങോട്ട് നോക്കിയത്. ആ കുപ്പിക്കിട്ട് നോക്കി, അവനെന്താ ഇട്ട് കൊടുക്കാത്തതെന്നാണ് ചോദിച്ചത്. പിന്നെ എനിക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറമ്പൻ കോഴി ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഫുഡ് വല്ലതും ഇട്ടതാ ചേട്ടാന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഷ എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ, കാരണം ഞാനല്ലേ അതിനെ വളർത്തുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ കാടക്കോഴികൾ 2 തൂക്കിയിട്ടിട്ടുണ്ട്. അതുങ്ങൾ ഫുഡ് തീർന്നെന്ന് കാണിച്ചിട്ടുണ്ട്. പാത്രം കാണിച്ചു തരികയാണ്. പാത്രത്തിൽ ഇങ്ങനെ ചുണ്ടുകൊണ്ട് കൊത്താൻ വേണ്ടി കാണിച്ചു തരികയാണ്. അത് തീർന്നു പോയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഫുഡ് എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ തീർന്നു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ അടുത്തുള്ള കടയിലേക്കായിരുന്നു പോയത്. അവിടെ ചെന്നപ്പോൾ കടയിൽ ആ ചേട്ടൻ കടയിലുള്ള മുഴുവൻ കോഴികളെയും താറാവിനെയൊക്കെ എടുത്ത് മാറ്റി താഴെ വെച്ചിട്ട് ആണ് ഫുഡ് എടുത്ത് തരാൻ വേണ്ടി പോയത് അകത്തേക്ക്. ഈ സ്റ്റാർട്ടർ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേ കുഷ്ടി എടുക്കണമെങ്കിൽ ഏറ്റവും അടുത്താണ് അതിരിക്കുന്നത്. അതിന് വേണ്ടി കൂടൊക്കെ മാറ്റണം. അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ ഇത് തുറന്ന് കൂടൊക്കെ എടുത്ത് മാറ്റും. അപ്പോൾ എടുത്ത് മാറ്റിയിട്ട് ഏറ്റവും അവസാനം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാവുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ കോഴി, താറാവ് എല്ലാം അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് കോഴിയൊക്കെ മേടിച്ചിട്ടുള്ളത്. താറാവിനെ മേടിച്ചത് ഇവിടെ നിന്നാണ്. ഫ്ലൈയിങ് ഡക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് ഇതെല്ലാം കുഞ്ഞ് ഫ്ലൈയിങ് ഡക്കാണ്. ആ കോഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? അത് നല്ല ഭംഗിയുള്ളൊരു കോഴിയാണ്. പിന്നെ അലങ്കാര കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതേ മേലിരിക്കുന്ന ഒരു പ്രത്യേക കോഴിയാണ് കണ്ടോ. അതിൻ്റെ തല ഇങ്ങനെ ഒരു തൊപ്പി പോലെ ഇരിക്കും. അതിൻ്റെ കാലിലൊക്കെ നിറയെ തോക്കിട്ട പോലെ ഇരിക്കുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ അതിനെ കാണാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യും.